ChatGPT തന്നൊരു ജേണലാട്ടോ ചെയ്യാൻ പോണത്. ഈ രണ്ടെണ്ണം ഞാൻ പ്രിൻ്റ് എടുത്ത കൂട്ടത്തിലുള്ളതാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ChatGPTക്ക് അയച്ചു കൊടുത്തത് എന്താ ചെയ്യണ്ടേ, ഇതെങ്ങനെയാണ് ജേണൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ChatGPTക്ക് ഒരു ചിത്രം കാണിച്ചു തന്നു എങ്ങനെ ജേണൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണ് എനിക്ക് ChatGPT തന്നത്. പക്ഷേ ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഇതേപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ChatGPT തന്നതിൽ കുറേ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇതിൽ കൂടുതൽ കൊള്ളൂല കേട്ടോ. കാരണം ഇത് ചെറിയ പേജ് ആയതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളൊന്നും വരുമ്പോഴത്തേന് അത്യാവശ്യം സ്ഥലമൊക്കെ പോകും. അതേമാതിരി എഴുതാനൊക്കെ ഇത്തിരി കഴിയുള്ളൂ. ഈ പ്രിൻ്റ് എടുത്തത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല കിട്ടിയത്. ഈ ഓരോ ഭാഗങ്ങളൊക്കെ അതിൽ പോയിട്ടുണ്ട്. മുകൾ ഭാഗവും സൈഡും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള അത് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും മഞ്ഞ കളറാണെന്ന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഇങ്ങനെ ജേണൽ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് രണ്ടും മഞ്ഞാണെന്ന് ഞാൻ അറിയണത്. ഞാൻ ആദ്യം ഈ സ്റ്റിക്കർ ടൈപ്പിൻ്റെ പോലുള്ള കുറച്ച് പ്രിൻറ്റും ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ജേണൽ ചെയ്യണത് ഓഗസ്റ്റ് 1-നാണെങ്കിലും എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യണത് ഇന്നാട്ടോ. ഞാൻ പറഞ്ഞില്ല ChatGPT തന്നതിൽ കുറേ റൈറ്റിങ്സ് ഉണ്ടെന്ന്. പക്ഷേ അത് അത്രയൊന്നും ഇതിൽ കൊള്ളിക്കാൻ കഴിയണില്ല. സംഭവം അതേപോലെ ഒന്നും ആയില്ലെങ്കിലും ഏകദേശമൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഞാനിങ്ങനെ ഒപ്പിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ഡിസൈൻസ് ഒന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. അന്ന് ചെയ്യാനും എനിക്ക് കഴിയില്ല. പിന്നെ ചെറിയതായിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇനിയും കുറച്ച് പ്രിൻ്റ് എടുത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ChatGPTയോട് ചോദിച്ചോക്കട്ടെ എങ്ങനെയാണ് ഇതും വെച്ച് ജേണൽ ചെയ്യാന്നുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ കൊളായി കിട്ടുമെന്ന്. പിന്നെ അതിങ്ങനെ ഫുള്ള് ചെയ്ത് വന്നപ്പോൾ ഭംഗിയുള്ള മാതിരിക്ക് തോന്നിട്ടോ. അതേപോലെ അല്ലെങ്കിലും ഇതിൻ്റേതായിട്ടുള്ളൊരു ഒപ്പിക്കലിന് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.